എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത് കുറേ മുട്ടായികളും അതുപോലെ ചിപ്സും അങ്ങനെയൊക്കെ ആണെങ്കിൽ മക്കൾക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ട് ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് ഫ്രണ്ടിലൊരു അമ്മച്ചിയുണ്ട്. ആ പുള്ളിക്കാരി മിക്ക സമയം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ ചിപ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മക്കൾക്ക് കൊടുത്തതാണ്. അവരത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പം ഇത് പക്ഷേ ആണെങ്കിൽ എല്ലാം മാറ്റിയൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ അതിനെ കണ്ടവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ആണെങ്കിൽ എന്താണ് നമ്മൾ റെഡിയാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയാണ് റെഡിയാക്കിയത്. ശരിക്കും ഒരു മടിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ബിരിയാണി അങ്ങ് റെഡിയാക്കി. അപ്പം ബിരിയാണിയൊക്കെ റെഡിയാക്കുന്നതൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ആണെങ്കിൽ ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് സവാളയും പിന്നെ അതുപോലെ തക്കാളി അതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പൊടികളായിട്ട് ഇഞ്ചി നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ടാണ് റെഡിയാക്കിയത്. ഞാൻ ഇങ്ങനെ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി മസാല അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കുക. പിന്നെ അതുപോലെ പിന്നെ പൊടികളിടുക, അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ചിക്കൻ്റെ കാലായിരുന്നു ഉണ്ടായിരുന്നത്, അതാണ് ക്ലീൻ ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേന് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് വെച്ച് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ കുറേ ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും, കഴിക്കാനും എളുപ്പമാണ്, നമ്മുടെ പണിയും കഴിയും. അപ്പം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ വറുത്ത് അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ ആണെങ്കിൽ ഒന്ന് വറുത്ത് കോരിയൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കാണും. പക്ഷേ ഇതിൽ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഒട്ടും കുറവൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി കിട്ടുകയും ചെയ്യും. നമ്മൾ ഒത്തിരി നേരം എന്തിനാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ട അടുക്കളയിൽ നിന്ന്, എന്തായാലും നമ്മൾ പിന്നെ ഒരേപോലെ ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ എളുപ്പത്തിലങ്ങ് ചെയ്തിട്ട് നമുക്ക് അടുക്കളയിൽ നിന്നൊക്കെ മാറാമല്ലോ. അത് മാത്രമല്ല ഇവിടെയൊക്കെ ഇപ്പം നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും നമുക്ക് കിച്ചണിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ഒരു ബിരിയാണിയുടെ കൂടെ ഒരു സലാഡും ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കുശാലായിട്ട്. അപ്പം മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എപ്പോഴാണെങ്കിൽ അവർക്ക് ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് അവർക്ക് കാല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലെഗ് പീസിനാണ് ഇവിടെ അടി. അപ്പോൾ ഇത് ഫുള്ള് ലെഗ് പീസ് ആയതുകൊണ്ട് ആരും അടിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവർ സന്തോഷമായിട്ട് അതങ്ങ് കഴിച്ചു. പിന്നെ ഞങ്ങൾ വൈകിട്ടാണെങ്കിൽ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡ് അങ്ങ് കഴിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സ്റ്റാർട്ടറായിട്ട് കിട്ടിയത് നമ്മുടെ കുക്കുംബറും അതുപോലെ ക്യാരറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ മോനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ, കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഒത്തിരി ഇഷ്ടം. അപ്പോൾ അവനത് കഴിച്ചു. അത് കഴിഞ്ഞ് മക്കൾക്ക് മേടിച്ചത് നൂഡിൽസായിരുന്നു. പിന്നെ നൂഡിൽസ് വിട്ടൊരു കളിയില്ലല്ലോ അവർ. അപ്പം ഞാനാണെങ്കിൽ കിഴിപ്പൊറോട്ടയാണ് മേടിച്ചത്. ഞാനാണെങ്കിൽ നിധി പെറോട്ട മേടിച്ചു. ഈ നിധി പെറോട്ടയും കിഴിപ്പൊറോട്ടയും രണ്ടാണ് കേട്ടോ. നിധി പെറോട്ടയ്ക്കകത്താണെങ്കിൽ ബീഫിനകത്ത് ഒരു 3 പെറോട്ട ഉണ്ടായിരുന്നു, അതുപോലെ ബീഫ് കറിയും, അതുപോലെ അതിനകത്തിൽ ചിക്കനാണെങ്കിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പീസോളം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മുട്ടയാണെങ്കിൽ ബുൾസൈ ഉണ്ടായിരുന്നു. അതാണ് നിധി പൊറോട്ട എന്ന് ഉള്ളത്, നിധി പൊറോട്ടയിലുള്ളത്. കിഴിപ്പൊറോട്ടയിലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിക്കനാണ് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ അവർ തരും, അല്ലെങ്കിൽ ബീഫിൻ്റെ ആണ് വേണമെങ്കിൽ ബീഫിൻ്റെ തരും. അപ്പോൾ ഞാൻ എൻ്റെ അതിനകത്ത് ചിക്കനായിരുന്നു. ചിക്കൻ 2 പെറോട്ടയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടെ ചേർന്നതായിരുന്നു നിധി പൊറോട്ട. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. താങ്ക് യു.